എളുപ്പത്തിൽ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? ഹായ് ഓൾ, ഞാൻ ആദിയ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാബ്ലസ് ബൈ ആദിയ കിരൺ. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് സവാള നീളത്തിലരിഞ്ഞ് അതങ്ങ് വറുത്ത് കോരിയെടുക്കാം. ആദ്യം പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തുകൊണ്ട് എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് സവാള അരിഞ്ഞതിട്ട് കൊടുത്ത് അതൊന്ന് വറുത്ത് കോരാം. അങ്ങനെ സവാള എല്ലാം നല്ലപോലെ മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം എണ്ണയിൽ നിന്ന് നമുക്ക് ആ സവാള കോരിയെടുക്കാം. അതിനുശേഷം ഒരു 1/2 കിലോ ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന സവാള ഒന്ന് നല്ലപോലെ കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 8-10 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിടുക. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സവാള വറുത്തതിന് ശേഷം ബാക്കി വന്ന എണ്ണയിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ചേക്കുന്നത്. ഇനി കൈകൊണ്ട് തിരുമ്മി ചിക്കനിലെല്ലാം ആ മസാല നല്ലപോലെ പിടിപ്പിക്കണം. ഒട്ടും വെള്ളം തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. കൈകൊണ്ട് നല്ലപോലെ തിരുമ്മി പിടിപ്പിക്കുക. അപ്പോൾ നല്ലപോലെ മസാലയെല്ലാം ചിക്കനിൽ പിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കാം. ഇനി അധികം പണിയൊന്നുമില്ല. അപ്പോൾ സവാള വറുത്ത് കോരി ബാക്കി വന്ന എണ്ണയിലേക്ക് നമുക്ക് ഈ മസാല വരട്ടിയ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. എണ്ണ കൂടുതലാണെങ്കിൽ അതിൽ നിന്നും കുറച്ച് എണ്ണ ആദ്യമേ എടുത്ത് മാറ്റിയതിന് ശേഷം വേണം ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ആഡ് ചെയ്യുന്നില്ല. ചിക്കനിൽ നിന്നും തന്നെ പതിയെ കുറേശ്ശെ വെള്ളം ഇറങ്ങി വന്നോളും. അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ വെച്ചുകൊണ്ട് ഒരു 15 മിനിറ്റ് മൂടി അടച്ചു കൊടുത്തുകൊണ്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാവുന്നതാണ്. 15 മിനിറ്റിന് ശേഷം തുറന്നു കഴിഞ്ഞപ്പോൾ ദാണ്ട് ചിക്കനിൽ നിന്നും അത്യാവശ്യം നല്ലപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് വീണ്ടും ചെറിയ തീയിൽ തന്നെ ഒരു 15 മിനിറ്റ് നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. 15 മിനിറ്റിന് ശേഷം വീണ്ടും തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലപോലെ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് കുറച്ച് മല്ലിയിലേക്ക് വിതറി കൊടുത്ത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. മല്ലിയിലേക്ക് ഒന്ന് വിതറിക്കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈസി ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഇറ്റ്സ് ബൈ ഫ്രം ആദിയ.